എനിക്കെപ്പോഴും അത്ഭുതമായി തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഒരു ചെടിയുടെ കമ്പ് അത് മണ്ണിൽ വയ്ക്കുമ്പോൾ മണ്ണിനും മണമില്ല, ചെടിയുടെ കമ്പിനും മണമില്ല. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് വെള്ളമൊക്കെ കിട്ടി സൂര്യപ്രകാശമൊക്കെ ലഭിച്ചതിന് ശേഷം ആ കമ്പ് വളരും, ഒരു ചെടിയായി മാറും. അങ്ങനെ ചെടിയായി വളരുമ്പോൾ മണ്ണിനും മണമില്ലാത്ത, കമ്പിനും മണമില്ലാത്ത ആ ചെടിയിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഒരു പുഷ്പമുണ്ടാകും. അതിന് ഏറ്റവും മനോഹരമായ സുഗന്ധമായിരിക്കും. എത്ര മഹാ അത്ഭുതമാണല്ലേ! ഇതാണ് നമ്മുടെയും ജീവിതം. ലഭിച്ച കുറേ അനുഭവങ്ങളാണ് നമ്മളിൽ നിന്ന് ഏറ്റവും മനോഹരമുള്ള സുഗന്ധം ഉണ്ടാക്കി തീർക്കുന്നത്. ചിലപ്പോൾ സന്തോഷമായിരിക്കാം, ദുഃഖമായിരിക്കാം. എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മളിൽ നിന്ന് ഏറ്റവും മനോഹരമായ നമ്മൾ രൂപം കൊള്ളുന്നത്. ക്രിസ്തുവും അങ്ങനെയായിരുന്നു. സന്തോഷവും ദുഃഖവും കൊണ്ട് ഏറ്റവും മനോഹരമുള്ള പൂവായി ഇന്നും ക്രിസ്തു ശോഭിച്ചു നിൽക്കുന്നു. ശരിയല്ലേ?